റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് ആരംഭിക്കുമെന്നാണ് നമുക്ക് ജില്ലാ കളക്ടറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാര്യം ഇന്നലെ വൈകിട്ട് തന്നെ റഡാർ ഇവിടേക്ക് എത്തിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് വൈകിയാണ് റഡാർ സംവിധാനം ഇവിടേക്ക് എത്തിച്ചിരുന്നത്. ഇനി അത് ഉപയോഗിക്കുന്നത് സൈനിക ഉദ്യോഗസ്ഥരാണ്. സൈനിക ഉദ്യോഗസ്ഥർ അതിൽ പരിശീലനം നേടിയ സൈനിക ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. അതിൽ എത്ര ആഴത്തിലാണ് ഈ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നത്, എവിടെയൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് സംബന്ധിച്ചൊരു പരിശോധനയും അതിലൂടെയുള്ള ഒരു കണ്ടെത്തലും നടത്താൻ സാധിക്കും എന്നുള്ള ഒരു സംവിധാനമാണത്. അതിനുവേണ്ടിയുള്ള ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പരിശോധനകൾ ആരംഭിക്കും. അതുകൂടി എത്തുന്നതോടുകൂടി കൂടുതൽ ഒരു കാര്യക്ഷമമായി അല്ലെങ്കിൽ വലിയ വേഗത്തിൽ തന്നെ ആൾക്കാരെ കണ്ടെത്താൻ ഇന്ന് പരമാവധി ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കും ആ റഡാർ സംവിധാനത്തിൻ്റെ പരിശോധനയിലൂടെ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. പരമാവധി ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് സമാന്തരമായി തന്നെ ഇപ്പോൾ അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും കൂടി ചെയ്യുകയാണ് ജില്ലാ ഭരണകൂടം. ശരി, കണ്ണൻ നായരാണ് ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.